ഞങ്ങൾക്ക് കൊതുക് കടിയിൽ നിന്നൊക്കെ ഒത്തിരി മോചനം ഉണ്ടല്ലേ സാധനം വന്നതിന് ശേഷം. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു മനോഹരമായ ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഹിച്ചാക്കിങ് വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് വൈഫിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കുറേ മാത്രം ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അതായത് നല്ല നല്ല വ്യൂ പോയിന്റുകളുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക്. ഇപ്പോൾ 2-3 ചായക്കടകളുണ്ട്. അതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന ടൈം ഓപ്പൺ ആയിരിക്കുമോ എന്നറിയത്തില്ല. ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം എന്നൊരു പ്രയത്നത്തിലൂടെയാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മളെ ഹെൽമെറ്റിനകത്ത് മൗണ്ട് ഇല്ല, അതുകൊണ്ട് ആ ഒരു സെറ്റപ്പ് നടക്കത്തില്ല. കാര്യം സ്റ്റാൻഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓട്ടിക്കുക വെച്ചാൽ എനിക്ക് വലിയ ഈ ഹൈവേ കൂടെ വലിയ ബാലൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ആ ഒരു പരിപാടി കാണത്തില്ല. നമ്മളെ മെയിനായിട്ടുള്ള ഏതെങ്കിലും ലൊക്കേഷൻ എത്തുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മൾ പോകുമ്പോൾ, നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മൾ പോകാനുള്ള ഈ റോഡാണ് കേട്ടോ. ഈ റോഡ് കയറി നമുക്ക് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകാം അല്ലേ? ഞാൻ തന്നെ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ്. അത് കുരിശുമൂടാണ് സ്ഥലം കേട്ടോ. കുരിശുമൂടല്ലാണ് കുരിശുമൂടാണ് സ്ഥലം. കാരണം ഈ ഒരു ഭാഗത്തായിട്ടില്ലേ, ഈ കുരിശുമൂട് ഇവിടെ നിന്ന് കയറി വരുന്ന ഭാഗത്തായിട്ട് റോഡിൽ ഫുള്ള് ഗ്രീസല്ലേ അണ്ണാ? ഗ്രീസല്ലേ ഇത്? ആ ഒരുമാതിരി ലൂസ് മാതിരി ഇരിക്കുന്നത്. അതായത് ആ വളവിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരുമ്പോഴല്ലേ, ആ വളവിൽ നിന്ന് ആൾക്കാരിങ്ങനെ വരുമ്പോൾ സ്പീഡ് കൂടി വരണേ കണ്ട. ഇവിടെ ഒരു പയ്യൻ ഇപ്പം വീണായിരുന്നു എൻ്റെ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ വഴിക്ക്. ഞാൻ ലൈവായിട്ട് ആക്സിഡൻറ്റ് കണ്ടായിരുന്നു. ഒരാഴ്ച ആയിട്ടുണ്ടല്ലേ ഇവിടെ ഇങ്ങനെയായിട്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒന്ന് കാണണമെങ്കിൽ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് നേരെ പോവാല്ലേ? ഈ സ്ഥലത്തിന്റെ പേരെന്നാ ചേച്ചി? ഇത് മാറാടിച്ചിറ റോഡ് എന്ന് പറയും. മൊത്തത്തിൽ പെരുന്തുരുത്തി അല്ലേ? അല്ല, ഞാൻ ട്രിവാൻഡ്രം പോവാ. അപ്പൊ ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് ഈ പച്ചപ്പുണ്ടാവും ഇങ്ങോട്ടെന്ന് ഇറങ്ങിയത്. അതെ, 26 വർഷത്തിന് ശേഷം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കൃഷി ഇറങ്ങിയത്. 26 വർഷത്തിന് ശേഷം? 26 വർഷത്തിന് ശേഷം. 26 വർഷത്തിന് ശേഷമാണ് ഇവിടെ കൃഷി ഇറങ്ങുന്നതല്ലേ? കടനിലമായിട്ട് കിടക്കുവായിരുന്നേ. അപ്പൊ പുല്ലും എല്ലാം കേറി അങ്ങോണ്ടല്ലോ 26ാമത്തെ വർഷമായത്. 26ാമത്തെ വർഷമല്ലേ? വർഷം ഒരു കൃഷി ചെയ്തു. ഞങ്ങളുടെ നാട്ടുകാർക്ക് ആ സന്തോഷം. അതെന്തായാലും കൊള്ളാൻ കേട്ടോ. കാര്യം ഞാൻ ഈ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പച്ചപ്പുണ്ട് ചേച്ചി. പച്ചപ്പുണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞുതരാം ചേച്ചി, യൂട്യൂബ് ചാനൽ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഇങ്ങനത്തെ പച്ചപ്പുണ്ട് ഇറങ്ങിയതാ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. 26 വർഷം അല്ലേ? 26 വർഷത്തിന് ശേഷം കാണുന്ന ഒരു പാറയാണ്. ഏതാ ചേച്ചി? ആ മരം കാണുന്നില്ലേ പാടത്തിന്റെ നടുക്കായി? ആ മരം നിക്കുന്നല്ലേ? അതെല്ലാം പിന്നെ നമ്മുടെ കൃഷിനിലങ്ങളായിരുന്നു. അതെല്ലാം പുഷ്പഗിരിയുടെ ആയി ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ വേറെ ആളുടെ ആണോ? അത് സ്വകാര്യ വ്യക്തികളുടെ ഉണ്ട്, പുഷ്പഗിരിയുടെ ഉണ്ട്. അങ്ങനെ ഈ തോടിങ്ങനെ പോയത് കാരണം തോട് അത് ഫുള്ള് പുല്ല് കയറി പോയല്ലേ? പോയി. അന്നേരം ഉണ്ടല്ലോ കൃഷിക്ക് വെള്ളം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഒന്നത്, രണ്ടാമത് പണി ചെയ്യാൻ ആളില്ല. ഇപ്പൊ എന്തായാലും കൃഷി ഇറങ്ങി, നെല്ല് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? നെല്ല് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊതുക് കടിയിൽ നിന്നൊക്കെ ഒത്തിരി മോചനം ഉണ്ടല്ലേ സാധനം വന്നതിന് ശേഷം? ആദ്യം ഫുള്ള് വെറുതെ കണ്ടായിട്ട് കിടക്കുമ്പോൾ നല്ല കൊതുക് ഉണ്ടായിരിക്കും അല്ലേ? ഭയങ്കര കൊതുകും പാമ്പും എല്ലാം ഇഷ്ടം പോലായിരുന്നു. ആ പ്രളയം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ വിഷവും ഒത്തിരിയുള്ള പാമ്പുകളൊക്കെ വന്നല്ലേ? പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോ ഉണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം. അതെ, രാവിലെ ഈ കോടയൊക്കെ ഇറങ്ങി കിടക്കാൻ പോണ്ടല്ലോ, നല്ല രസാ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നേരെ വിട്ടേക്കാം. ചേച്ചിക്ക് എന്റെ ചാനലും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും കേട്ടോ. കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു കാഴ്ചയുണ്ട്, നല്ലൊരു അനുഭവം. 26 വർഷത്തിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം, ഈ നെൽകൃഷി തുടങ്ങുന്നതെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം. അതിനകത്ത് ഭാഗമാവാൻ എനിക്കും പറ്റിയല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ ഇതുവഴിയാണ് ഇറങ്ങി വന്നിട്ടോ. ഈ സ്ഥലത്തിന് പെരുന്തുരുത്തി അല്ലേ? പെരുന്തുരുത്തി മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ പെരുന്തുരുത്തി തന്നെ അല്ലേ?
അല്ലമല ഈ പാലമില്ലേ, ഈ പാലം ഇങ്ങനെ അങ്ങോട്ട് പെരുന്തുരുത്തി, ഇത് അങ്ങോട്ട് മുത്തൂർ. ഓ മുത്തൂർ. ഓക്കെ. ഓൾറെഡി മൊത്തത്തിൽ തിരുവല്ല അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. നമ്മളിപ്പോ വാള കെട്ടി കേട്ടോ, അവിടെ കുഞ്ഞ് പോകുന്ന വാള കെട്ടി. വലിയ തിരക്കൊന്നുമില്ല, നൈസായിട്ട് ഇങ്ങ് പോകുന്നു. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ മുന്നേ നോട്ട് ചെയ്തൊരു ചായക്കടയാണ് ഈ കട. അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ നേരത്തെ കണ്ടല്ലോ, ഇവിടെ ഫുള്ളിങ്ങനെ മഞ്ഞ് വന്നിങ്ങനെ കിടക്കണം, അതായത് കോടയിറങ്ങി കിടക്കും. നല്ല രസം. രാവിലെ ഒരിക്കൽ ഇതിലേ പോയപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ചായ. എന്നാ ബൂസ്റ്റ് ഇട്ടായോ? ബൂസ്റ്റ് ഇട്ട് ബൂസ്റ്റ് 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 ഇല്ലേ? ഓ വ്ളോഗ് വ്ളോഗ്. ആ ചായ. ഇവിടെ രാവിലെ തുറക്കത്തില്ലേ അണ്ണാ? ആ ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു, അന്ന് കയറാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ബൂസ്റ്റ് ഇട്ട് ചായ കുടിക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടെ പൊളിയാണ്. വണ്ടി അടിപൊളി ചായ കേട്ടോ. ബൂസ്റ്റ് ഇട്ട് നല്ല ഫുൾ ബൂസ്റ്റ് ഇട്ട് അതിനകത്ത്, ഫുൾ ബൂസ്റ്റ് ഇട്ട് അടിപൊളി ചായ. വാളകത്തില്ലേ, വാളകം കുറച്ചിങ്ങോട്ട് വരുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഫുള്ളിങ്ങനെ മഞ്ഞിറങ്ങും. കോട എങ്ങനെ ഇറങ്ങുമല്ലോ ഇവിടെ. അതെ, രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോടയിറങ്ങും. രാവിലെ വെളുപ്പാൻ കിടന്നു, ഞാൻ രാവിലെയാണ് ഒരിക്കൽ പോയില്ലേ ഇവിടെ. ആ ടൈമിൽ ആ സംഭവം ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം എന്തായാലും പറ്റി. അടിപൊളി ചായ. ചേട്ടാ പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ, സുരേഷ് ചേട്ടൻ്റെ ചായക്കട വരിക, ഒരു ചായ കുടിക്കുക, അടിപൊളിയായിരിക്കും. ഇതുണ്ട്, ഇതാണ് നമ്മളെ കടയ്ക്ക മഹാദേവി ക്ഷേത്രം കേട്ടോ. ഇതിനകത്തോട്ട് കയറാൻ പറ്റും. ഉത്സവ സമയത്ത് നമുക്ക് ഈ ഇവിടം വരെ പാതി വരെ പോകാൻ പറ്റുമല്ലേ? അല്ല ഇതിനകത്തല്ലേ സ്റ്റേജ് ഉണ്ടല്ലോ ഉത്സവത്തിന്. അടിപൊളിയാണ്. ഇവിടെ തിരുവാതിര കഴിഞ്ഞല്ലേ? നല്ല രസം കേട്ടോ ഇവിടെ. കടയ്ക്ക മഹാദേവി ക്ഷേത്രം ഫേമസ് ആയ ക്ഷേത്രമാണല്ലേ? അടിപൊളിയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പെനഞ്ഞു പോയി. അപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു ഇതുവഴി പോകാൻ പറഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് അതിൽ നമ്മൾ വീടെത്തി. വണ്ടി കൊണ്ട് അങ്ങ് കൊണ്ട് പാർക്ക് ചെയ്തു. അങ്ങനെ കറക്റ്റ് ഒരു 3.5 മണിക്കൂർ ഡ്രൈവായിരുന്നു കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു. ഒരുപാട് കാഴ്ചകളുണ്ട്. കാഴ്ചകളെല്ലാം പരമാവധി ഇതിനകത്ത് ഒപ്പിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ഒരു വീഡിയോ കാണും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.